നമസ്കാരം. അയോധ്യയിൽ നാളെ ധർമ്മധ്വജാരോഹണം നടക്കും. അയോധ്യയ്ക്ക് സമീപത്തുള്ള 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 11 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെത്തുക. 11:58-നും 1 മണിക്കും ഇടയിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക. ശക്തമായ സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. 500 വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വലിയ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും ശേഷമാണ് പ്രധാന ക്ഷേത്രത്തിന് മുകളിൽ ധ്വജമുയരുന്നത്. 2024 പ്രാണപ്രതിഷ്ഠ നടന്നിരുന്നു. ആ സമയം ശ്രീകോവിലും പ്രധാന ക്ഷേത്രവുമായിരുന്നു നിർമ്മിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണം സാധ്യമാക്കിക്കൊണ്ട് ധ്വജാരോഹണത്തിലേക്ക് കടക്കുകയാണ് അയോധ്യ. 161 അടിയോളം ഉയരമുള്ള പ്രധാന ക്ഷേത്രത്തിന് മുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ധ്വജാരോഹണം നടത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവതും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുക്കും. ഒപ്പം 6000-ത്തിലധികം അതിഥികളായിരിക്കും നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കുക. ഇന്നലെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 121 ആചാര്യന്മാർക്കൊപ്പമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അയോധ്യയിലെ പ്രധാന ക്ഷേത്രത്തിന് പുറമെ അതിന് സമീപത്തുള്ള ഹനുമാൻഗഡി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. സരയൂ നദിക്കരയിൽ ഇന്നലെയും ഇന്നുമായി പ്രത്യേക ആരതികൾ നടന്നു വരികയാണ്. വളരെ വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിയും സർസംഘചാലകും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി അവിടെ ഉള്ളത്. അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് അയോധ്യ നഗരിയെ ലോകോത്തര സൗകര്യങ്ങളോടുകൂടി വികസിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി 2020 കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. ഒരു വലിയ നഗരിയായിട്ട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു. ഇത് ആദ്യമേ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതായിരുന്നു. അയോധ്യയിലെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നുവേണ്ട അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് ലോകോത്തര സൗകര്യങ്ങളാണ്. അന്താരാഷ്ട്ര പ്രസിദ്ധമായിട്ടുള്ള അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭക്തർ ഒഴുകുന്ന ഇടമായി അയോധ്യ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനുകളും വീടുകളും ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങളും ഒക്കെ ഈ വികസനത്തോടൊപ്പം ഉയർന്നുയർന്ന് വരികയാണ്. നൂറ്റാണ്ടുകളുടെ ഒരു പ്രയത്നത്തിനൊടുവിലാണ് ക്ഷേത്ര സമുച്ചയം ഉയരുന്നത്. ഈ രീതിയിൽ ഉയർന്നു വരുന്നതിന് വലിയ ത്യാഗമാണ് ഇതിനോടനുബന്ധിച്ച് വളരെ ദീർഘനാളത്തെ സമരം നടത്തിയവർ അനുഭവിക്കേണ്ടി വന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഭവ്യമായ ഒരു ക്ഷേത്രത്തെ തകർത്ത് ഒരു പള്ളി, ബാബറി മസ്ജിദ് പള്ളി അവിടെ പണിഞ്ഞു. അതിന് മുകളിൽ ഒരു പച്ചക്കൊടി പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. തികച്ചും രാമഭക്തരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ദുഃഖകരമായൊരവസ്ഥയായിരുന്നു ഈ ക്ഷേത്രത്തിന് മുകളിൽ ഒരു പച്ചക്കൊടി പാറിക്കളിക്കുന്നത് കണ്ടപ്പോൾ. അവിടെ നിന്ന് തുടങ്ങിയ പോരാട്ടം, നിരവധി ജീവനുകളാണ് അതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടേണ്ടി വന്നത്. 90കളിൽ കോത്താരി സഹോദരന്മാരുൾപ്പെടെയുള്ളവരുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നാണ് വളരെ വലിയ ഒരു വിജയം സാധ്യമായത്. ഭാരതീയ സംസ്കൃതിക്ക്, ഭാരതീയതയ്ക്ക്, ഈ രാഷ്ട്രത്തിന് എക്കാലത്തും അഭിമാന സ്തംഭമായി അയോധ്യ ഉയർന്നിരിക്കുന്നു. നാളെ ധ്വജാരോഹണമാണ്. അവിടെയുള്ള അയോധ്യ നഗരിയുടെ രാമഭക്തർക്ക് ആ പ്രക്ഷോഭ കാലഘട്ടത്തിൽ ഓരോ സമയവും അവിടെ ഉയർന്നു കേൾക്കുന്ന പലതരത്തിലുള്ളതായിട്ടുള്ള ബാങ്കുവിളികളും അവിടെയുള്ള രാമഭക്തർക്ക് ആ ഭവ്യമായ ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ഉയർന്ന് നിന്ന ആ പള്ളിയും അതിനോടനുബന്ധിച്ച ഇടങ്ങളുമൊക്കെ വലിയ വലിയ വിഷമമാണ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നത്. ആ വിഷമങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമാണ് അവിടെ ഉയർന്ന ഭവ്യമായ രാമക്ഷേത്രം. രാമൻ്റെ ജന്മഭൂമിയായ നഗരിയിൽ അവർക്കൊരു ഭവ്യക്ഷേത്രം വളരെയധികം ആവശ്യമായിരുന്നു. ആരാധന നടത്താനുള്ള അവരുടെ ക്ഷേത്രം തകർക്കപ്പെട്ട് ഇങ്ങോട്ട് ഏകദേശം 500 വർഷക്കാലം നീണ്ടുനിന്ന ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു പര്യവസായിയാണിത്. അതിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. 1980കളിലും 90കളിലും ഹൈന്ദവ സംഘടനകളുടെ ഭാഗമായി വളരെ വലിയ പോരാട്ടം നടന്നു. ആദ്യം നിർമോഹി അഖാഡയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന സമരം പിന്നീട് ഹൈന്ദവ സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ട് വളരെ വലിയ വിപുലമായ രീതിയിലാണ് നടന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൻ്റെ ഭാഗമായി
തർക്കമന്ദിരം പൊളിഞ്ഞു വീഴുകയായിരുന്നു. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോത്താരി സഹോദരന്മാരുടെ രക്തമുൾപ്പെടെ നിരവധി രക്തസാക്ഷിത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അവിടെ ഇന്ന് നാളെ വളരെ പ്രേരകാദായകമായിട്ടുള്ള കാവ്യപതാക ഉയർന്ന് പാറിക്കളിക്കുന്നതോടെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഒരു ദീർഘനാളത്തെ സമരത്തിനാണ് ഒരു വലിയ വിജയം ഉണ്ടായിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ വളരെ വലിയ സന്തോഷമാണ് തോന്നുന്നത്. 2024 പ്രാണപ്രതിഷ്ഠ സ്ഥാപിച്ചതോടുകൂടിയാണ് ഇതിനൊരു വലിയ വിജയമെന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സംഭവിച്ചു. അതിനു മുന്നേ തന്നെ കേസിന്റെ വിധി വളരെ വിജയകരമായിട്ട് ദേശീയവാദികൾക്ക് അനുകൂലമായിട്ടൊക്കെ ഉണ്ടായെങ്കിലും ഏറ്റവും അധികം സന്തോഷം ഉണ്ടായത് പ്രാണപ്രതിഷ്ഠയോടുകൂടിയാണ്. അങ്ങനെ ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന തരത്തിൽ അയോധ്യയുടെ രാമക്ഷേത്രത്തിൻ്റെ ധ്വജാരോഹണം നാളെ 11:58-നും 1 മണിക്ക് ഇടയിൽ നടക്കും. പ്രധാനമന്ത്രി ധ്വജാരോഹണം നടത്തുമ്പോൾ ഓരോ ഭാരതീയൻ്റെ മനസ്സിലും, ഓരോ രാഷ്ട്രവാദിയുടെ മനസ്സിലും, ഓരോ ദേശീയവാദിയുടെ മനസ്സിലും വലിയ ഒരു സന്തോഷമായിരിക്കും അതുണ്ടാക്കി കൊടുക്കുക. ആ ഒരു സന്തോഷത്താൽ ആനന്ദത്താൽ ആറാടും അവരുടെ ഓരോരുത്തരുടെയും മനസ്സും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.